തേർഡ് ഐ ആക്ടിവേഷനിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെക്കുന്നത്? ആജ്ഞാചക്രന്റെ മുകളിലല്ല, ആജ്ഞാചക്രന്റെ തൊട്ട് ബാക്കിൽ. അതായത് നിങ്ങൾക്ക് ആജ്ഞാചക്രം ഈസ് ആക്ച്വലി എ സീലിംഗ് ഫോർ ദ തേർഡ് ഐ. അത് ആ സീലിംഗ് ഓപ്പൺ ചെയ്ത് പോയാലേ തേർഡ് ഐ ഓപ്പൺ ആകും. അപ്പോൾ സീൽ ചെയ്യാനുള്ള എക്സസൈസ്, അത് ഓപ്പൺ ചെയ്യാനുള്ള എക്സസൈസാണ്. അതിൽ 5-6 എക്സസൈസ് ഉണ്ട്. ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ശേഷം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് മനഃചക്രം എന്ന് പറയുന്നത് ഒരു 6 കളറുള്ള ഒരു ചക്രമാണ്. ഒവ്വൊരു പെട്ടൽ അതിന് 6 തളമും അതിന് വന്ന് മറ്റേ പെട്ടലായിരിക്കുന്നത്. അപ്പോൾ 6 തളത്തിന് വന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്ന് ഓരോന്നിനും ഒരു കളർ. അപ്പോൾ 6 കളറുണ്ട്. അപ്പോൾ 6 കളറിൽ 6 പെട്ടൽസ് എന്ന് പറയുന്നത് 5 പെട്ടൽ താഴോട്ടുള്ള ആധാരങ്ങളിൽ കണക്റ്റായിരിക്കുകയാണ്. 5 പെട്ടൽ എന്ന് വെച്ചാൽ അപ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപുരഹം, അനാഗതം, വിശുദ്ധി 5ൽ കണക്റ്റായിരിക്കുകയാണ്. അടുത്തത് അത് ഒരു നാഡി ചാനൽ പീനിയൽ ഗ്ലാൻഡിൽ കണക്റ്റായിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ആ പീനിയൽ ഗ്ലാൻഡിൽ എനർജി നിങ്ങൾ കൊണ്ടു ചേർത്താലേ അത് ഓപ്പൺ ആവും. അപ്പോൾ ഈ മനഃചക്ര ഈസ് ദി ടോട്ടൽ ഓഫ് ആൾ 6 ചക്രാസ് അല്ലേ? ആലോചിച്ച് നോക്ക്. മനഃചക്ര ഈസ് ദി ടോട്ടൽ ഓഫ് ആൾ 6 ചക്രാസ്. ഷഡ്ചക്രത്തിൻ്റെ കോർഡിനേറ്റർ ശരിയായില്ല? ഷഡ്ചക്രത്തിൻ്റെ കോർഡിനേറ്റർ അല്ലേ എല്ലാത്തിലും കണക്റ്റ് ആവുന്നുണ്ടല്ലോ? കോർഡിനേറ്റർ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു 6 ചക്രാസ്. അപ്പോൾ ടോട്ടൽ ഓഫ് ദി 6 ആധാരാസ്. ഇതിൽ എനർജിയെ കൊണ്ടുപോകണം. ഇതിൽ എനർജിയെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇരുന്ന് പീനിയൽ ഗ്ലാൻഡിന് കൊണ്ടുപോകണം. അപ്പോൾ പീനിയൽ ഗ്ലാൻഡിൽ കൊണ്ടുപോകണമെങ്കിൽ 5 ചാനൽ താഴോട്ട് എനർജി പോകുന്നു, ഒരു ചാനൽ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ താഴോട്ട് പോകുന്ന എനർജി ചാനൽ കുറച്ചാലല്ലേ, എനർജി ഫ്ലോയെ കുറച്ചാലല്ലേ മുകളിലോട്ട് പോകുന്ന എനർജി ചാനലിൽ കറണ്ട് പാസ്സാവും. ഇപ്പം മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ 6 എന്ന് വെച്ചാൽ ഇത് 5 20% ഓടിയാൽ 100% താഴോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനർജിയെ നിങ്ങൾക്ക് ഇപ്പോൾ പീനിയൽ ഗ്ലാൻഡിൽ കൊണ്ടുപോകണം. പീനിയൽ ഗ്ലാൻഡിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ താഴോട്ട് ഒഴുകുന്ന പൈപ്പ് കുറച്ച് ക്ലോസ് ചെയ്താൽ പോകുമല്ലോ. അപ്പോൾ 20% ഓടുന്നതിൽ നിങ്ങൾക്ക് പൈപ്പ് താഴോട്ട് പോകുന്നത് 50% ക്ലോസ് ചെയ്താൽ അപ്പോൾ ഒന്നിലും 10 ഇത് എനർജി സേവായി തേർഡ് ഐയിൽ പോകുമല്ലോ. അപ്പോൾ തേർഡ് ഐ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ കൺട്രോൾ വേണമല്ലോ. അപ്പോൾ ലൗകികത്തിൻ്റെ ബാക്കിൽ ഓടുന്നവർക്ക് തേർഡ് ഐ ഓപ്പൺ ആവുമോ? ഇപ്പം മനസ്സിലായ? തേർഡ് ഐ വന്ന് ലൗകികത്തിൽ ഓടുന്നവർക്ക് അത് ഇതാണ്. കാരണം വെച്ചാൽ എനർജി താഴോട്ട് പാഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് പഴയ കാലത്ത് മുനീശ്വരന്മാർ അവർ ജ്ഞാനേന്ദ്രിയ കൺട്രോൾ വെച്ചിരുന്നു. എന്തോന്ന്? ജ്ഞാനേന്ദ്രിയം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ പേരല്ലേ പ്രത്യാഹാരം. യോഗയിൽ നിങ്ങൾ ഇന്നലെ പോയി ക്ലാസ് എടുക്കുമ്പോൾ ആസനവും പ്രാണായാമല്ലേ പറഞ്ഞു കൊടുത്തത്. അപ്പം നിങ്ങൾ 1 ഡേ പ്രത്യാഹാര കോഴ്സ് ഞാൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതേ ടീം ഇവിടെ ഓർഗനൈസ് ചെയ്തവരടുത്ത് പറയുക 1 ഡേ പ്രത്യാഹാര കോഴ്സ്. എന്താണ് പ്രത്യാഹാര കോഴ്സിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ട്രെയിനിങ് വന്ന അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രത്യാഹാരം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രത്യാഹാരങ്ങളാണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്. അപ്പോൾ നിങ്ങൾ സാധാരണ ആസനവും പ്രാണായാമം ക്ലാസ് നടത്താൻ നിങ്ങളില്ലെങ്കിൽ വേറെ ആൾ ഒരുപാടുണ്ടല്ലോ. പക്ഷേ പ്രത്യാഹാര കോഴ്സ് നടത്താൻ വേറെ ആളുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതേ ഓർഗനൈസർ എടുത്ത് പറയണം, ഞാൻ ഒരു 1 ഡേ കോഴ്സ് നടത്തിയാണ്, അതിൻ്റെ പേര് പ്രത്യാഹാര കോഴ്സ്. പ്രത്യാഹാരം എന്ന് പറയുന്നത് 5ാം ക്ലാസ്സാണ്, യോഗയിലുള്ള 5ാം ക്ലാസ്. ഇതെല്ലാവരും ഇപ്പം 3ാം ക്ലാസ് 4ാം ക്ലാസ് വരെ പോകുന്നുണ്ട്.
അപ്പോൾ 5ാം ക്ലാസ് യോഗ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതേ ബാച്ചിനെ അറ്റൻഡ് ചെയ്യാൻ പറയണം. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ? ജ്ഞാനേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യും മുമ്പേ ജ്ഞാനേന്ദ്രിയങ്ങളെ പവർ കൂട്ടുന്നത് എങ്ങനെ? എന്തോന്ന് എങ്ങനെ? വയസ്സായ ജ്ഞാനേന്ദ്രിയങ്ങൾ പവർ കുറയുമല്ലോ. അപ്പോൾ അതിനെ പവർ കൂട്ടുന്നത് എങ്ങനെ? ഒന്ന്. രണ്ടാമത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ പ്രത്യാഹാര കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹം ഒരു ധനുവല്ലേ? ദേഹം ഒരു ധനുവാണ്. എന്ത് ധനുവല്ലേ? ധനു കരണം ഭുവനം ബോഹം. ധനു കരണം ഭുവനം ബോഹം. ഇതിലാണ് നിങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ അറ്റാച്ച് ആവുന്നത്. നിങ്ങളുടെ ധനു എന്ന് വെച്ചാൽ ഫിസിക്കൽ ബോഡി. അത് ഒരു ഇൻസ്ട്രുമെൻറ്റ്. ധനു എന്ന് പറഞ്ഞാൽ എന്തോന്ന്? ഇൻസ്ട്രുമെൻറ്റ്. നിങ്ങളുടെ ദേഹം എന്തോന്ന്? ഒരു ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇരിക്കുന്നു. ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് എവിടെ കഴിയുന്നുണ്ട്? ഭുവനം വെച്ചാൽ വേൾഡ്ലി അഫയേഴ്സ് കൊണ്ട് കണക്റ്റ് ആകുന്നു. കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ബോഹം കിട്ടുന്നുണ്ട്. എന്തോന്ന് കിട്ടുന്നുണ്ട്? അപ്പോൾ ഈ ബോഹം ഇത് വന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ ഈ തേർഡ് ഐ ഓപ്പൺ മാത്രം ഇതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ അതിന് എനർജി വേണ്ടല്ലേ? വേണമല്ലോ. അപ്പോൾ അത് വന്ന് അതിനുള്ള യോഗയാണ് പ്രത്യാഹാര യോഗ. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് പ്രത്യാഹാരമുണ്ട്. നിങ്ങൾ അതിനെ വന്ന് ക്ലാസ് എടുക്കണം. 1 ഡേ ക്യാമ്പ് നടത്തണം. അതിന് നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം സപ്പോർട്ട് നമുക്ക് ചെയ്യാം. അതിന് അവർ അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ പ്രത്യാഹാര കോഴ്സ് നിങ്ങൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ആൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്ന് അവിടെ കാസർഗോഡ് അത് ഫെമിലിയർ ആക്കണം. പ്രത്യാഹാരത്തിൽ ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം, എന്തോന്ന് പ്രത്യാഹാരം, നാഡീത്രയ പ്രത്യാഹാരം, അന്ധകരണ പ്രത്യാഹാരം. അല്ല, ഇതിൽ ഡീറ്റെയിൽ ഉണ്ട്.